എല്ലാവർക്കും സാദര നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ട്രീനില്. ഞാനേ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു ഉസ്താദിന്റെ ഒരു വാർത്താ സമ്മേളനം കണ്ട്. അപ്പൊ അത് നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കണം. പ്രശ്നം നമ്മുടെ PM ശ്രീയാണ്. ഇപ്പൊ കേരളത്തിൽ മൊത്തം അതാണല്ല. ജിഹാദികൾ കംപ്ലീറ്റ് PM ശ്രീക്ക് എതിരെ ഘോരഘോരം സതീശൻ സംഖ്യയാണ്, കോൺഗ്രസ്സുകാർ സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാടി വീണുകൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, PM ശ്രീക്ക് എന്താ പറയാ അനുകൂലമായിട്ടാണ് ഇവിടെ കോൺഗ്രസ് ഘടകം പോണത് എന്നുള്ളത് ജിഹാദികൾക്ക് തോന്നി. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഉഷ്ടു എന്താണ് പറയണമെന്ന് കേട്ടിട്ട് വരാം. പുതിയ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് BJPയുടെ ആദർശം വളർത്താൻ സ്കൂളുകളും വിദ്യാലയങ്ങളൊക്കെ വളർത്താൻ ഇതുപോലെയുള്ള ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന മദ്രസ എന്ന് പറഞ്ഞാൽ വെറും അന്യമത വിദ്വേഷവും BJP വിരോധവും മാത്രമായിരിക്കും പഠിപ്പിക്കുന്നത്. അതിലൊരു സംശയമില്ല. ഈ പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പുള്ളി വേറൊരു കാര്യം കൂടി പറയണമെന്ന്, നമ്മുടെ മുൻ ആവാസ മന്ത്രി ശവൻകുട്ടി അണ്ണൻ, പുള്ളിക്കാരൻ ഈ പദ്ധതിയുടെ പൈസ മേടിച്ചിട്ട് വകമാറ്റി ചെലവഴിക്കാൻ നിന്ന്, പക്ഷെ അത് നടന്നില്ല. അത് കാരണം പുള്ളി അത് നിർത്തലാക്കിയത്. എന്റെ പൊന്ന് കാർന്നരെ പുള്ളി നിർത്തലാക്കി അതൊന്നുമല്ല, പുള്ളിയുടെ പോക്കറ്റിലേക്ക് 5 പൈസ പിടുങ്ങാൻ കിട്ടൂല എന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ മൂഞ്ചണ്ടെന്ന് കേന്ദ്രം പറഞ്ഞു. ഒരു പദ്ധതിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് പൈസ അനുവദിക്കണം, ആ പദ്ധതിക്ക് തന്നെ ചെലവാക്കണമെന്ന് പുള്ളി മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളി ഇപ്പൊ പാവപ്പെട്ട പിള്ളേർ അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ടെന്ന് ഓർത്തിട്ട് പുള്ളി ഈ പരിപാടി നിർത്തിപ്പോയത്. അതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡലൊന്നും അല്ല. പിന്നെ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ പിള്ളേരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് ഹൈടെക് രീതിയിൽ പഠിക്കാനുള്ളൊരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ഇവിടെ മൊയ്ലിയാർ ഈ വേഷത്തിലൊക്കെ ആണെങ്കിലും അറിയാതെ പറഞ്ഞു വരുമ്പോ പുള്ളിയുടെ പണി ഓർമ്മ വരും. ഈ കേരളത്തിൽ കേന്ദ്രവൽകൃത സ്കൂളുകളിൽ 10-30 സ്കൂളുകളിൽ ഈ പരിപാടിയായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഏതാണ് വകുപ്പ് എന്ന് എനിക്കറിയാം. ശവസ്ഥയാണോ ശൂന്യാണോ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് നിങ്ങളുടേതായ ഈ ഷുണ്ണിയുടെയും ശവസ്ഥയുടെയൊക്കെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ അവരുടെ മാതാപിതാക്കന്മാരെ കണ്ടിട്ട് ഇനി അങ്ങോട്ട് പറഞ്ഞു വിടരുത്. ഇതുപോലെയുള്ള സ്കൂളുകളിൽ പറഞ്ഞു വിടരുന്നോണ്ട് വിലക്കുന്ന്. അങ്ങനെയെങ്കിലും 10 പാവപ്പെട്ട പിള്ളേർക്ക് ഒരു ഉപകാരമാവട്ടെ നിങ്ങളെ കൊണ്ട്. ഈ കുത്തിത്തിരിപ്പൊക്കെ നിങ്ങളെ എല്ലാ സംസ്ഥാനത്തുള്ള സാധാരണക്കാരായ മുസ്ലിംസും മനസ്സിലായതുകൊണ്ടാണ് ഈ വെസ്റ്റ് ബംഗാളിലടക്കം BJPക്ക് മുസ്ലിംസ് വോട്ട് ചെയ്തിട്ട് നിങ്ങൾ പോയി ഭരിക്കണ പിള്ളേരെ എന്ന് പറഞ്ഞത്. ഈ കുത്തിത്തിരിപ്പ് അധികം താമസിയാണ്ട് കേരളത്തിലും മനസ്സിലാവും. വലിയ താമസമൊന്നും ഈ കണക്കിന് പോകണമെങ്കിൽ ഇവിടുത്തെ ഈ ജിഹാദി കൂട്ടങ്ങളുടെ വീഡിയോ, നിങ്ങളെപ്പോലെയുള്ള ഈ വേട്ടാവളിയന്മാരുടെ പത്രസമ്മേളനം ഒക്കെ കൊണ്ട് കേരളത്തിൽ ഏകദേശം അധികം താമസിയാണ്ട് BJP ഭരണം പിടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. അപ്പോ ഈ വേട്ടാവളിയനൊക്കെ വേണ്ടുന്ന രീതിയിൽ കമന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.